ഗോപിനാഥ് മുതുകാട് നമുക്കറിയാലോ, ഏറ്റവും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മജീഷ്യനാണ്. പക്ഷെ അദ്ദേഹം വേറെ ഒരു തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പോയപ്പോൾ മാജിക്കിനോട് തൽക്കാലം വിട പറയുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തൽക്കാലമല്ല, ഇനി അത് ഇല്ല, ആ മേഖലയിലേക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതാ ഗോപിനാഥ് മുതുകാട് മജീഷ്യൻ എന്ന നിലയിലേക്ക് മടങ്ങി വരണം എന്നാവശ്യപ്പെട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ അദ്ദേഹത്തിനൊരു കത്ത് നൽകിയിരിക്കുന്നു. 2021 നവംബർ 17-നാണ് അദ്ദേഹം ഈ മാജിക് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇനി ഈ കത്ത് കിട്ടിയതിന് പിന്നാലെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം. പ്രതികരണം. മിനിസ്റ്റർ അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം, മാജിക്കിൻ്റെ രംഗത്ത് നിൽക്കുന്ന സമയത്ത് ഉള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ മാജിക് മിനിസ്റ്റർ പറഞ്ഞല്ലോ, മാജിക് ഉപേക്ഷിച്ച സമയത്ത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നമ്മൾ താഴേക്ക് പോകുന്ന സമയത്തുണ്ടാകുന്നൊരു വിഷമം മിനിസ്റ്റർ പറഞ്ഞു. സാംബശിവനെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു. അവരിഷ്ടം കൊണ്ട് പറഞ്ഞതായിരിക്കാം. എന്തായാലും ഒരു കത്തടിച്ചു തരുന്നുള്ള സ്വപ്നത്തിനും കൂടി വിചാരിച്ചതല്ല. അതും അവിടുന്ന് ഓഫീസിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു കത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു. അപ്പോൾ അതൊരു മന്ത്രി തരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള പരിഗണന കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാനത് ആലോചിക്കും. അത് അങ്ങനെ ഒരു കത്ത് അവിടുന്ന് പ്രിൻ്റ് ചെയ്ത് അവിടുന്ന് കൊണ്ടുവന്ന് തന്നു എന്നുണ്ടെങ്കിൽ, സ്റ്റേജിൽ വെച്ച് തന്നു എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് മുഴുവൻ ഏറ്റു പറയിപ്പിക്കുകയായിരുന്നത്. അപ്പോൾ മിനിസ്റ്ററുടെ ആ ഇഷ്ടം ഞാൻ പരിഗണിക്കുന്നു. അതൊരു പക്ഷേ കേരളത്തിൻ്റെ മുഴുവൻ ഇഷ്ടമായിരിക്കാം. ഇറ്റ്സ് എ റിയൽ സർപ്രൈസ്, റിയൽ മാജിക്. ടി എസ് ഹരീഷിനുണ്ട്. ഹരി, എനിക്കും അദ്ദേഹം അല്ലേ മാജിക് അങ്ങനെ ഒരു വ്യത്യസ്തമായൊരു കലാരൂപം, ഒരു കാര്യം കൊണ്ട് നടക്കുന്നയാൾ അതങ്ങനെ ഉപേക്ഷിച്ച് പോകേണ്ടതില്ല. മറ്റെന്ത് മേഖലയിലേക്ക് പോയാലും അത് തുടരണമെന്ന് തന്നെയായിരിക്കും പൊതുവെ ആളുകളുടെ അഭിപ്രായം. എനിക്ക് തോന്നുന്നു അദ്ദേഹം മാറി ചിന്തിക്കാൻ സാധ്യതയാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ. എനിക്ക് തോന്നുന്നു ഇത് സർക്കാരിന്റെ മാജിക് ആണെന്ന് തോന്നുന്നു. സാധാരണ മജീഷ്യന്മാര് മാജിക് കാണിച്ച് കാണികളെയാണല്ലോ വിസ്മയിപ്പിക്കാറ്. ഇത് എനിക്ക് തോന്നുന്നു ഞെട്ടിച്ചിരിക്കുന്നത് ഒരു മജീഷ്യനെയാണ്. ഈ ഗണേഷ് കുമാർ നമ്മുടെ ഈ ഭിന്നശേഷി കുട്ടികളുടെ ഈ ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിൻ്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ പങ്കെടുക്കാൻ പോയതാണ്. ആ സമയത്ത് ആണ് ഈ കത്ത് ഗോപിനാഥ് മുതുകാടിന് കൊടുക്കുന്നത്. അതായത് ഈ സർക്കാർ ലെറ്റർ പാഡിൽ, അതായത് മന്ത്രിയുടെ ലെറ്റർ പാഡിൽ എഴുതിയ കത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഒഫീഷ്യൽ സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം മുതുകാട് പറഞ്ഞൊരു വരിയുണ്ട്, ഇത് മന്ത്രിയുടെ ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കില്ല, എനിക്ക് തോന്നുന്നു കേരളക്കരയുടെ ആഗ്രഹം മാത്രമായിരിക്കുന്നു. ശരിയാണെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക്കുകളാണ്. ഞാനൊക്കെ കുഞ്ഞിലെ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല, അല്ലാതെ ടി വിയിലൂടെയൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ ഈ 2021 അദ്ദേഹം മാജിക്കിൽ നിന്ന് മാറിയതിന് ശേഷം ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിലെ പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോവുകയാണ്. അത് തുടർന്നോട്ടെ. കാരണം ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് തുടരുന്നതിനൊപ്പം മാജിക് കൂടി നല്ല രീതിയിൽ പോട്ടെ എന്നുള്ളതായിരിക്കാം മന്ത്രി ഉദ്ദേശിച്ചത്. അത് തന്നെയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും മന്ത്രി ആ ഒരു നിവേദനം അങ്ങനെ സാധാരണ മന്ത്രിമാർക്കാണ് നിവേദനം കൊടുക്കാറ്. ഇത് മന്ത്രി ഒരു നിവേദനം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ കാര്യമായി പരിഗണിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ് ഹരി. എന്തെങ്കിലും കലാപരമായ ഇത്തരം കഴിവുകൾ അത് ഒരു ഘട്ടത്തിൽ അവസാനിപ്പിക്കേണ്ടതല്ല. അത് നമ്മളല്ലേ എന്നും പറ്റാവുന്നത്ര ഇങ്ങനെ മിനുക്കി കൊണ്ടുപോകേണ്ട കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ആ മായാജാലത്തിൻ്റെ കാഴ്ചകളുമായി തിരികെ വരട്ടെ, അല്ലേ?